നമസ്കാരം, കയ്പമംഗലത്താണ് ഞങ്ങളുള്ളത്. കേരളത്തിൻ്റെ സംരക്ഷണം ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ സുനിശ്ചിതമാണ് എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ 10 വർഷക്കാലം ഉണ്ടായിട്ടുള്ള വികസനം, ജനക്ഷേമ പ്രവർത്തനം, ക്രമസമാധാനം, മതമൈത്രി, ജനാധിപത്യ അവബോധം ഇതെല്ലാം തന്നെ വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ കേരളത്തിൽ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം, കയ്പമംഗലത്താണ് ഞങ്ങളുള്ളത്. ഇന്ന് ഒരു കൺവെൻഷനാണ്, മഹാകൺവെൻഷൻ. ഒരു സഖാവ് KK വത്സരാജ് കൺവെൻഷന്റെ തുടക്കമാവുന്നു. നമുക്ക് കൺവെൻഷൻ വേദിയിലേക്ക് വന്ന് കടന്നിയല്ലോ. കയ്പമംഗലത്തെ യാത്ര കനലിൽ തുടരുകയാണ്. ഇന്ന് ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നു. സഖാക്കളെല്ലാം എത്തിച്ചേർന്ന ഈ ഒരു അവസരത്തിൽ എന്നോടൊപ്പം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ സഖാവുണ്ട്. സഖാവെ നമസ്കാരം, കനലിലേക്ക്, നമ്മുടെ ചാനലിലേക്ക്. നമസ്കാരം. കനൽ യൂട്യൂബ് ചാനൽ ഇപ്പോൾ വളരെയധികം വരിക്കാരുള്ള, ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ചാനലായിട്ട് മാറിയിരിക്കുകയാണ്. അതിലേറെ സന്തോഷമുണ്ട്. കനലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ എത്തിയതിൽ അതിലേറെ സന്തോഷമുണ്ട്. കയ്പമംഗലത്തെക്കുറിച്ച് പറയുമ്പോൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കഴിഞ്ഞ ഡീലിമിറ്റേഷനെ തുടർന്ന് പുതുതായിട്ടുണ്ടായ ഒരു മണ്ഡലമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ ഒരു ആശങ്കയും LDFനില്ല. CPIയെ ഒരു വ്യാഴവട്ടക്കാലം ജില്ലയിൽ നയിച്ച സഖാവ് KK വത്സരാജാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ടുള്ളത്. ഇതിനകം തന്നെ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വട്ടം പര്യടനം നടത്താനും ജനങ്ങളെ കാണാനും സഖാവിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും ഉയരുന്ന പ്രതീക്ഷയോടു കൂടിയിട്ടുള്ള വർത്തമാനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടാകും. ആ തുടർച്ച കയ്പമംഗലം മണ്ഡലത്തിലുമുണ്ടാകും. KK വത്സരാജിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ജനങ്ങൾ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങക്ക് ഇപ്പോൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അങ്ങ് ഈ ഒരു ജനങ്ങളോട് ഇടപഴകുമ്പോൾ പുതിയ 3ാം സർക്കാരിലേക്കുള്ള ഒരു യാത്രയിൽ അങ്ങക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ജില്ലയുടെ എല്ലാ മേഖലകളിലും LDFൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും CPIയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഇതിനകം പോയിട്ടുണ്ട്. കണ്ട ഒരു ഉണർവ് ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ സംരക്ഷണം ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ സുനിശ്ചിതമാണ് എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ 10 വർഷക്കാലം ഉണ്ടായിട്ടുള്ള വികസനം, ജനക്ഷേമ പ്രവർത്തനം, ക്രമസമാധാനം, മതമൈത്രി, ജനാധിപത്യ അവബോധം ഇതെല്ലാം തന്നെ വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ കേരളത്തിൽ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെയും പ്രതീക്ഷ. തീർച്ചയായിട്ടും. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ആവേശം ഉണർത്തിയ ഒരു പാരമ്പര്യമുള്ള പോരാട്ടത്തിൻ്റെ ഒരു നേതാവാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ അദ്ദേഹം പോരാട്ടത്തിൻ്റെ തീച്ചുളയിൽ കൂടെ വളർന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ല ഇപ്പോൾ ഈ ഇലക്ഷനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നേരിടുമ്പോൾ അങ്ങക്ക് ആത്മവിശ്വാസം ഏറെയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം. ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത്രത്തോളം ഇതാണ്. എന്തായാലും സഖാക്കളെല്ലാം ആവേശത്തിലാണ്. പുതിയ 3ാം സർക്കാരിലേക്കുള്ള ആ യാത്ര അങ്ങ് എങ്ങനെ കാണുകയാണ് ജനങ്ങൾക്കൊപ്പം? ആ യാത്ര വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു യാത്രയാണ്. കാരണം ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നുള്ളതിൽ പ്രതിജ്ഞാബദ്ധമാണ് LDF. അതോടൊപ്പം തന്നെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും LDFൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ സംഘപരിവാറിനെ പോലെയുള്ള പിന്തിരിപ്പൻ ശക്തികൾ നമ്മുടെ രാജ്യത്ത് പുനരുദ്ധാരണത്തിന് ശ്രമിക്കുകയാണ്. പുനരുദ്ധാരണം എന്ന് പറഞ്ഞാൽ പുനഃപ്രവേശനമാണ്. ഏതിലേക്ക്? പഴയതിലേക്ക്. അത് ആപത്ത് നിറഞ്ഞതാണ്. കാരണം
ഇന്നലെകളിലെ അയിത്തവും അനാചാരവും വേർതിരിവും അസമത്വവും എല്ലാം തന്നെ നിറഞ്ഞ ജീർണിച്ച ഒരു സാംസ്കാരികമായ ഒരു രംഗം. സംസ്കാരം എന്ന വാക്ക് തന്നെ അവിടെ ചേരുന്നില്ല. ഒരു ഇരുണ്ട കേരളം നമുക്ക് ചരിത്രപാഠ പുസ്തകങ്ങളിലൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഠിച്ചറിവുണ്ട്. അതുകൊണ്ട് ആ ഇരുണ്ട കേരളത്തിൽ വെളിച്ചം വിതറിയ നവോത്ഥാന നായകന്മാരുടെ മൂല്യസങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വലിയ ഉത്തരവാദിത്വം LDF-നുണ്ട്, LDF-ന്റെ സർക്കാരിനും ഉണ്ടാകും. തീർച്ചയായിട്ടും